വെൽക്കം ടു മൈ ആഗ്ര വ്ലോഗ്. ഈ ട്രിപ്പ് ഞാനും ചാച്ചനും ഞങ്ങളുടെ 2 ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ കൂടെയാണ് പോകുന്നത്, സോനു ആൻഡ് രമ്യ. ഈ വ്ലോഗിൽ ഇനി വരുന്ന കുറച്ച് വ്ലോഗ്സിലും നിങ്ങൾക്ക് അവരെ കുറച്ചധികം കാണാൻ പറ്റും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബോളോ വി ഓൺലി ലിവ് വൺസ്. അപ്പോൾ നമ്മളിപ്പോൾ പൂനെയിലെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ആ ട്രിപ്പൊക്കെ അവസാനിപ്പിച്ച് നമ്മളിപ്പോൾ അടുത്ത ട്രിപ്പിന് വന്നിരിക്കുകയാണ്. റൈറ്റ് നൗ വി ആർ ഇൻ ഡൽഹി. ഡൽഹിയിലെ നെഹ്റു പ്ലേസിലെ ഇലക്ട്രോണിക്സ് മാർക്കറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ 1-2 ചെറിയ സാധനങ്ങളൊക്കെ നോക്കാനാണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ സ്ഥലമൊക്കെ ഒന്ന് കാണാമല്ലോ. ഡൽഹി നെഹ്റു പ്ലേസിൻ്റെ വരാന്തകളിലൂടെ നമ്മൾ നടക്കുകയാണ്. ഇവിടെ ഇങ്ങനെ പല പല സ്റ്റാൾസ് ആയിട്ട് എല്ലാ ഇലക്ട്രോണിക്സ് ഐറ്റംസും കിട്ടും. നമ്മളിപ്പോൾ തപ്പി നടക്കുന്നത് ഒരു കാർ മൊബൈൽ ഹോൾഡറാണ്. ഇലക്ട്രോണിക്സ് മാത്രമല്ല, ഷൂസ്, ഡ്രസ്സസ് ഒക്കെ ഉണ്ട്. സെക്കൻഡ് ഹാൻഡ് ആണോ ആവോ, നമ്മളെന്തായാലും ഇവിടുന്ന് നോക്കുന്നില്ല ഡ്രസ്സൊന്നും. ഇനി ഇവിടെ ഹോളിയുടെ കുറച്ച് സ്പെഷ്യാലിറ്റീസൊക്കെ കണ്ടു. കുറച്ച് ടീഷർട്ട്സും കളറിൽ മുങ്ങിയ ആൾക്കാരും ഒക്കെ ഉണ്ട്. നാളെയും മറ്റന്നാളെയും ആയിട്ടാണ് ഹോളി. ഹോളിയുടെ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട്. മാസ്കുകളും പൊടിയും എന്തൊക്കെയൊക്കെയോ സ്പ്രേ ക്യാനൊക്കെ എഴുപ്പുണ്ട്. നല്ല തിരക്കുമാണ് ഇവിടെ. മൊത്തത്തിൽ നല്ല തിരക്കാണ്. ഈ കടകളല്ലാതെ പുറത്തും ഇങ്ങനെ കുറച്ച് സ്റ്റോൾസൊക്കെ ഇട്ട് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഇതുപോലെ ഇതിൻ്റെ ഇടയിൽ കൂടെ സൈക്കിൾ പോകും, ബൈക്ക് പോകും, സ്കൂട്ടർ പോകും, ആൾക്കാർ പോകും. ഇതേ ഒരു കൊച്ചൊക്കെ ഇരുന്ന് വിൽപ്പനയ്ക്ക് ഇരിക്കുന്നുണ്ട്. സ്കൂൾ യൂണിഫോമിലാണ് ഇതേ പോണോ ബൈക്ക്. ഇത് ആദിൽ, സോനുവിന്റെ രമ്പിന്റെ ചട്ടമ്പിയാണ്. അവന്റെ ഭാഷയിൽ പറഞ്ഞാൽ ചപ്പാത്തി. ഫൈനലി നമ്മുടെ കാർ ഫോൺ ഹോൾഡർ കിട്ടിയിരിക്കുകയാണ്. 600 റുപ്പീസാണ് ഇതിന്. ഇവിടെ ഇവർ നമ്മൾ 1200 1200 എന്ന് പറയുന്നതിന് പകരം 1200 അങ്ങനെയാണ് അവർ പറയുന്നത് റേറ്റിന്റെ കാര്യത്തിലൊക്കെ. ഗൈസ്, ഇത് കണ്ടോ, മണ്ണില്ലാതെ മരം നിൽക്കുന്നത് കണ്ടോ? എന്തൊരു വലിയ മരം നോക്ക്. നമ്മൾ ആക്ച്വലി കുറച്ചുകൂടെ ചൂട് എക്സ്പെക്ട് ചെയ്തായിരുന്നു. വലിയ ചൂടില്ല. അല്ല, അങ്ങനെയല്ല, വെയിലത്ത് നടക്കുമ്പോൾ കുറച്ച് ചൂടുണ്ട്. പക്ഷെ അല്ലെങ്കിൽ കാറ്റൊക്കെ ഒരു തണുത്ത കാറ്റാണ് വരുന്നത്. സോനുവും ചാച്ചനും തമ്മിൽ വർഷങ്ങളുടെ ഫ്രണ്ട്ഷിപ്പാണ്. ചാച്ചൻ കോളേജിലായിരുന്ന ടൈം മുതലേ ഉള്ള ഫ്രണ്ട്ഷിപ്പാണ് അവരുടെ. ഞാനും രമ്യയും പിന്നീട് ഗാങ്ങിലേക്ക് ആഡ് ആയതാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ 4 പേരും കൂടി ഇത്രയധികം ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു ട്രിപ്പിന് പോകുന്നതൊക്കെ ആദ്യമായിട്ടാണ്. എന്തായാലും യാത്ര നമുക്ക് ഇവിടെ തുടങ്ങാം. ഡൽഹിയിൽ നിന്ന് നമ്മൾ റെന്റിനെടുത്ത വണ്ടിയിൽ നേരെ ആഗ്രയ്ക്ക് വിടുകയാണ്. ഒരു പണി കിട്ടി ഗൈസ്. നമ്മള് യമുന എക്സ്പ്രസ് വേയിലൂടെ ഹൈവേയിലൂടെ നമ്മൾ ആഗ്രയ്ക്ക് പൊക്കോണ്ടിരിക്കുകയാണ് ഫ്രം ഡൽഹി. അതിൻ്റെ ഇടയ്ക്ക് ഇത് ഈ ലഗേജ് റാക്ക് വണ്ടിയുടെ മേളിൽ ഇരുന്നതാണ്. റെന്റിനെടുത്ത വണ്ടിയുടെ മേളിലിരുന്നാണ് അത് തെറിച്ചു പോയി. അത് ലൂസായിരുന്നു. ചെറിയ സൗണ്ട് നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ലൂസാണ്, ഇങ്ങനെ ഊരി പോകാൻ മാത്രം ലൂസാണെന്ന് നമുക്കത് മനസ്സിലായിട്ടില്ലായിരുന്നു. ഹൈവേയിലായിരുന്ന സമയത്ത്, ഫസ്റ്റ് ലൈനിലായിരുന്ന സമയത്ത് അത് തെറിച്ചങ്ങ് പോയി. പിന്നെ നമ്മൾ പുറകോട്ട് വന്ന 2 നല്ല ആൾക്കാർ അത് എടുത്ത് വെച്ചിരുന്നു, റോഡിൽ നിന്ന് മാറ്റി തന്നു. പിന്നെ നമ്മൾ തിരിച്ചു വന്നിട്ട് അത് എടുക്കുകയാണിപ്പം. ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോഴത്തേനും നമുക്ക് നാച്ചുറലി വിശപ്പിന്റെ വിളി വരുമല്ലോ. അപ്പൊ നമ്മളൊരു മോള് പോലത്തെ സ്ഥലത്ത് നിർത്തി. അവിടെ ഡോമിനോസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിക്കാന്ന് വിചാരിച്ച് ചിക്കൻ ടിക്ക ഫ്ലേവർ ആണ് ഓർഡർ ചെയ്തത്. വലിയ കുഴപ്പമില്ലായിരുന്നു, അല്ല ഭയങ്കര ടേസ്റ്റി ഒന്നും ആയിരുന്നില്ല. അങ്ങനെ ഫൈനലി നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്ത് താജ് 3 സ്റ്റാർ ഹോട്ടലിൽ എത്തി. നല്ല ക്ഷീണമുണ്ട്, പോയിക്കണം തുടങ്ങട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ ആഗ്രയിലാണുള്ളത്. നമ്മൾ വെളുപ്പിനെ 5 മണിയാകുമ്പോൾ എഴുതിയിട്ട് ഇപ്പോൾ റെഡിയായി. ഇപ്പോൾ ഒരു 5:45 ഒക്കെ ആവുന്നു. 5:45 നമ്മുടെ ഗൈഡ് ഇവിടെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വി ആർ ഗോയിങ് ടു സീ താജ്മഹൽ. ആക്ച്വലി ഞാനും ചാച്ചനും 2 പ്രാവശ്യം മുമ്പേ താജ്മഹലിൽ പോയിട്ടുണ്ട്. ബട്ട് രമ്യ പോയിട്ടില്ല ഇതുവരെ. ആൻഡ് പിന്നെ എനിക്കൊരു ഡാൻസ് ഷൂട്ട് ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ട്. നിങ്ങൾക്ക് കുറച്ച് ഓവർ ഡ്രസ്ഡ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതാണ് റീസൺ. പക്ഷെ നമ്മൾ താജ്മഹൽ കണ്ടിട്ടുള്ളപ്പോൾ ഒന്നും നിങ്ങളെ കാണിച്ചിട്ടില്ലല്ലോ. അപ്പം നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് ആക്ച്വലി നമ്മൾ ഇന്നലെ ബുക്ക് ചെയ്തിരുന്ന സ്റ്റേ ആണ്. ആക്ച്വലി വലിയ സുഖമില്ല, ഇച്ചിരി ഹൈജീൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട്. പിന്നെ 1 നൈറ്റ് അല്ലേ, പിന്നെ നമ്മൾ ലേറ്റ് ആയിട്ടാണ് വന്നാൽ നമുക്ക് ഏർലി മോർണിംഗ് പോകണം, അധികം സമയമില്ല. അപ്പം അഡ്ജസ്റ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് നമ്മളതങ്ങ് എടുത്താണ്. നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് വന്നാൽ. പുതിയതായിട്ട് ആരെങ്കിലും ബുക്ക് ചെയ്യുവാണെങ്കിൽ ഐ ഡോണ്ട് സജസ്റ്റ് ദിസ് പ്ലേസ് ആക്ച്വലി. പക്ഷെ ഇവിടെ ഈ ഒരു ഏരിയയിൽ ഇങ്ങനെയൊക്കെ തന്നെ കിട്ടുള്ളൂ എന്ന് തോന്നുന്നു. എനിവേസ്, ലെറ്റ്സ് ഗോ. നമ്മൾ ഈ വെറൈറ്റി ഓട്ടോയിലാണ് പോകുന്നത്. രാജകുമാർ രാവിലെ എങ്ങോട്ടാ? 4 പേർക്ക് കൂടെ ഇതിനകത്ത് സ്ഥലമില്ല ഗൈസ്, ഒന്നും കാണുന്നില്ല. ഗുഡ് മോർണിംഗ്. നമുക്ക് സൺറൈസ് അറ്റ് താജ്മഹൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വെളുപ്പനെയാണ് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ എത്തി. വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ള ഹോട്ടലാണെന്നാണ് പറഞ്ഞത്. അത് വെസ്റ്റ് ഗേറ്റിലേക്കായിരുന്നു വാക്കിംഗ് ഡിസ്റ്റൻസ്. ഇപ്പം നമ്മൾ ഈസ്റ്റ് ഗേറ്റിലാണ് വന്നത്. 3 ഗേറ്റാണുള്ളത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് ആണോ ചാച്ചാ?
ആ അങ്ങനെ 3 ഗേറ്റാണുള്ളത്. രമ്യ ഫുൾ റാണി വൈബ്സിലാണിന്ന്. താജ്മഹൽ എൻട്രിയാണ് ഈ കാണുന്നത്. വെളുപ്പിനെ 5:45-6 മണിക്ക് ഈ തിരക്കാണ്. നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് വരുന്നത്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു വേറെ ക്യൂ. ഫസ്റ്റ് ഗേറ്റിൽ നിന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ ജെൻസ് ആൻഡ് ലേഡീസ് 2 ക്യൂവാ. സെക്യൂരിറ്റി ചെക്കൊക്കെ ഉണ്ട്. ബാഗ് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ കയറ്റി വിടേണ്ടി വന്നേനെ. നമ്മളെന്തായാലും ബാഗൊന്നും ഇല്ലാണ്ടാ വന്ന അറിഞ്ഞുകൊണ്ട്. ഓരോ വർഷങ്ങളിൽ താജ്മഹൽ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. ചെറുതായിട്ട് റിനോവേഷനൊക്കെ ചെയ്ത് വരികയാണ്. ഇതാണ് ഫസ്റ്റ് കളർ ഫോട്ടോ. 1987-ലാണ് താജ്മഹലിൻ്റെ ഫസ്റ്റ് കളർ ഫോട്ടോ വന്നത്. പിന്നെയാണ് പല പല ലൊക്കേഷൻസിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ അവർ പഠിച്ചത്. താജ്മഹലിന് യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ ബ്രിക്സും ഈ ടൈപ്പാണ്. അത് ലാഹോറിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ആ സമയത്ത് ലാഹോർ വാസ് പാർട്ട് ഓഫ് ഇന്ത്യ. തമ്പുരാൻ ഇരുന്ന് എങ്ങോട്ട് പോവാ? ഇത് നമുക്ക് ഹോട്ടലിൽ നിന്ന് കിട്ടിയ ഗൈഡാണ്. 800 റുപ്പീസ് ആയിരുന്നു പുള്ളി ചാർജ് ചെയ്തത്. പുള്ളി അത്യാവശ്യം നന്നായിട്ട് തന്നെ താജ്മഹലിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഈ 11 ഡോംസ് കണ്ടോ? ഇതുപോലെ തന്നെ പുറകിലത്തെ ഗേറ്റിലും ഉണ്ട്. അപ്പോൾ 11+11 22 ഇയേഴ്സിലാണ് താജ്മഹൽ കംപ്ലീറ്റ് ചെയ്തതെന്നുള്ളതാണ് അത് സിഗ്നിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് ലുക്ക് ഓഫ് താജ്മഹൽ. ഇവിടെ ഫോട്ടോഷൂട്ട് പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ മൊത്തം ക്യാമറയും പിടിച്ചോണ്ട് കുറേ ആൾക്കാരാണ്. നല്ല തിരക്കാ. നമ്മുടെ ഇവിടുത്തെ ഗൈഡുമാർക്കൊക്കെ കറക്റ്റ് സ്പോട്ട്സ് അറിയാം, എവിടുന്ന് ഫോട്ടോ എടുക്കണം എന്നുള്ളതൊക്കെ. അപ്പോൾ പുള്ളി നമ്മുടെ ഫോൺ വാങ്ങിച്ചെടുത്തോണ്ടിരിക്കുക. നമ്മൾ ഓരോ സ്പോട്ട്സിൽ നിന്നിങ്ങനെ ഫോട്ടോസ് എടുത്തോണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ താജ്മഹൽ കയറി വരുമ്പോൾ ഫസ്റ്റ് വ്യൂ എന്നുള്ള ഫോട്ടോ ആണ്. രമ്യ ഒരുമാതിരി പഠിപ്പ് പിള്ളേരെ പോലെ സംശയമൊക്കെ ചോദിക്കുന്നുണ്ട്. സോന, നിനക്കിതൊന്നും കേൾക്കണ്ടേ? അവിടെ നിന്ന് ഇറങ്ങി വന്ന് ഈ ഫൗണ്ടനെ പറ്റിയൊക്കെ സംസാരിച്ച് നമ്മൾ നേരെ ഇവിടെ വന്നിട്ട് ഫോട്ടോസ് എടുത്തോണ്ടിരിക്കുകയാണ്. പല പല പോസസ് ആണ്. പുള്ളി നമുക്ക് ഇൻസ്ട്രക്ട് ചെയ്യും, എങ്ങനെ ഇരിക്കണം, എങ്ങനെ നിൽക്കണം. എന്താടാ ഒരു നാണം? വെറൈറ്റി. നമ്മൾ പ്രൊപ്പോസ് ചെയ്യാൻ പോവാണ്. എനിക്ക് വയ്യ. പറയേണ്ട ആവശ്യമില്ലെന്ന്. താജ്മഹലിന്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ പുള്ളി നമുക്ക് പറഞ്ഞു തന്നു. വൈറ്റ് മാർബിൾ ആണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇതിൽ വരുന്ന ഈ പെയിന്റും കാര്യങ്ങളൊക്കെ, പെയിന്റ് അല്ല ആക്ച്വലി, അത് പ്രഷ്യസ് സെമി പ്രഷ്യസ് സ്റ്റോൺസും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഈ എഴുത്തും ഈ പെയിന്റിങ്ങും എല്ലാം. അതുപോലെ ഈ 2 പില്ലേഴ്സ് ഉണ്ടല്ലോ, മിനററ്റ്സ്, അത് ഔട്ട്സൈഡിലേക്ക് ചെരിഞ്ഞാണ് ഇരിക്കുന്നത്. സോ ദാറ്റ് എന്തെങ്കിലും ഒരു എർത്ത് എന്തെങ്കിലും വന്നാൽ അത് ഇടിഞ്ഞ് വീഴുവാണെങ്കിൽ ഓൺ ദ മോണുമെന്റ് വീഴാതെ പുറത്തേക്ക് അത് വീഴുള്ളൂ. ഇത് 3rd വൈഫായ മുംതാസിന് വേണ്ടി ഷാജഹാൻ പണിതതാണ്. താജ്മഹലിലേക്കുള്ള എൻട്രി ഇവിടെ നിന്നാണ്. നമ്മൾ ഇവിടുന്ന് വേറെ സെപ്പറേറ്റ് ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങനെ കാലിൽ നമുക്ക് സോക്സ് ഇടാൻ തരും. ഈ ബ്ലൂ കളർ കണ്ടോ, അങ്ങനത്തെ ഇട്ടുകൊണ്ടാണ് നമ്മൾ അകത്ത് കയറുന്നത്. അകത്ത് ഫോട്ടോയും വീഡിയോ ഒന്നും അലൗഡ് അല്ല ആക്ച്വലി. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ അകം കാണിക്കാൻ പറ്റില്ല. ഇത് കണ്ടോ, ഇത് 400 ഇയേഴ്സ് പഴക്കമുള്ള ഡ്രെയിനേജ് സിസ്റ്റം ആണെന്ന് പറയുന്നത്. അത് തന്നെ എന്തൊരു ഭംഗിയായിട്ട് അവർ ചെയ്തിരിക്കുന്നതെന്ന് നോക്ക്. ഈ ജനറലി ഇത് ഇങ്ങനെ ഒരു സ്ലോപ്പായിട്ടാണ് വരുന്നത്. മൊത്തത്തിൽ ചെറിയൊരു ചെരിവുണ്ട്. ഭയങ്കര ബ്രില്യൻ്റ് ആർക്കിടെക്ചറാണ്. എവിടെ പോവാതി? വേറെ വി ഗോയിങ്? 8 മണിയായിട്ടും വലിയ വെയിലൊന്നുമില്ല. ഞാൻ മണിയേ പറഞ്ഞ പോലെ സൺറൈസ് ഒക്കെ ആയായിരുന്നു കേട്ടോ. നമുക്കത് കിട്ടിയില്ല. പക്ഷെ അങ്ങനെ ഒരു സൺറൈസിന്റെ പോയിന്റ് നമുക്ക് പറഞ്ഞു തന്നില്ല അല്ലേ. അങ്ങനെ നമ്മുടെ താജ്മഹലിലെ ഷൂട്ടിങ്ങും പരിപാടിയും ഒക്കെ കഴിഞ്ഞു. ഒരു 9:15 ആയിട്ടുണ്ട്. നല്ല വിശപ്പിന്റെ വിളി വന്നിട്ടുണ്ട്. നമ്മൾ ഇറങ്ങുവാണ്. ചെറിയ വെയിലും കാര്യങ്ങളൊക്കെ, പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച അത്ര ചൂടില്ല ആക്ച്വലി. നല്ല കാര്യം കേട്ടോ. തിരക്ക് നോക്കൂ ഗൈസ്. ഇതാണ് സൗത്ത് ഗേറ്റ്. അതുവഴിയാണ് നമ്മൾ ഇറങ്ങാൻ പോണേ. സൗത്ത് ഗേറ്റ് എക്സിറ്റ് വഴി ഇറങ്ങുമ്പോൾ നമ്മൾക്ക് ഇതൊക്കെയാ കാണുന്നത്. ദഖ്നായി ദർവാസ, 4 ഖത്രാസ്, താജ്ഗഞ്ച് മാർക്കറ്റ്. ഇതൊക്കെ എന്താണെന്ന് ഇനി നടന്നു പോയി നോക്കാം. ഓഹോയ് ഇവിടെ ഇറങ്ങുന്ന പാടെ ഇങ്ങനെ കുറേ മാർക്കറ്റ്സാ. ഇതെല്ലാം ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ആണ്. മിനി താജ്മഹൽ ഉണ്ട്, കീ ചെയിൻ ഒക്കെ ഉണ്ട്. ഫ്രിഡ്ജ് മാഗ്നറ്റ് ഫ്രിഡ്ജ് മാഗ്നറ്റ്. വാട്ട്സ് ദ റേറ്റ് ഫോർ ദിസ്? 30. എല്ലായിടത്തും സിമിലർ ഐറ്റംസ് ഒക്കെ തന്നെയാണുള്ളത്. ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ഒക്കെ എല്ലായിടത്തും ഉണ്ട്. ഇത് ലെതർ ഫാക്ടറി ഔട്ട്ലെറ്റാണ്. നമുക്ക് ജാക്കറ്റ്സും ഷൂസും ഒക്കെ ഉണ്ടാവും. പ്യുവർ ലെതർ ആണെന്നാണ് പറയുന്നത്. ബാഗ്സും ഷൂസും ഒക്കെ ഉണ്ട്. ഈ 2 എണ്ണമാണ് നമ്മളെടുത്തത് അവസാനം. 30 60 രൂപ.
അവന്റെ ഒരു കൂളിംഗ് ഗ്ലാസ് വെയില് പോലും ഇല്ല ഗൈസ്, ചുമ്മാ ഷോ. ഭയങ്കര ചൂടാ ഇവിടെ സമ്മതിക്കാത്ത. നമ്മൾ കഴിക്കാൻ വന്നിറങ്ങിയിരിക്കുകയാണ് ഹോട്ടൽ ശ്രീകൃഷ്ണ ഉടുപ്പി ജംഗ്ഷൻ. പൂരി ബജി, പൂരി ചന, ഇത് പിക് പൂരി, ശരിക്കും ഇത് ചോല ഭട്ടൂരി ആയിരുന്നു ഉദ്ദേശിച്ചത്. ആരുടെ കട കണ്ടുപിടിച്ചത്? അയ്യോ ഇനിയും വേണം. കഴിച്ചിട്ട് ഇറങ്ങി തിരിച്ച് ഹോട്ടലിൽ പോവാണ്. ചെക്കൗട്ട് ചെയ്ത് നമ്മൾ ഉടനെ തന്നെ വണ്ടി എടുക്കും. ജയ്പൂരിലേക്ക് പോവാണ് ഇനി. അപ്പൊ റൂമിൽ വന്നൊന്ന് ഫ്രഷ് ഒക്കെ ആയി എല്ലാവരും റെഡിയായി വണ്ടിയിലൊക്കെ കയറുവാണ്. നമ്മളിപ്പോൾ ഇവിടുന്ന് വിടാൻ പോവാണ്. ജയ്പൂർ പോകാനുള്ള പ്ലാനാണ്. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് റീൽസ് ഒക്കെ എടുത്തായിരുന്നു. അത് ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ട്. ഇപ്പം 5 hours ഡ്രൈവ് ഉണ്ട് നമുക്ക് അങ്ങോട്ട് എത്താനായിട്ട്. ആരും ഓടിക്കണേ നോക്കിയേ. അല്ലല്ല, ഞാൻ വീഡിയോ എടുക്കും. അവളുടെ ഒരു വീഡിയോ. എന്താ ഇവിടെ? നമ്മൾ പോകുന്ന വഴി നമ്മളിങ്ങനെ സ്റ്റോൺ വർക്ക്സ് ചെയ്യുന്ന ഒരു ഏരിയ കണ്ടു. അവിടെ എല്ലാ കടകളിലും ഇങ്ങനെ സ്റ്റോൺ എടുത്തിട്ട് അതിൽ പല പ്രതിമകളും പല രൂപങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അവൻ ഓടിച്ചു കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് ഗുൽഷൻ ധാബയില്. ഒരു ഡാബ ലുക്കൊന്നും ഇല്ല, നല്ലൊരു റെസ്റ്റോറന്റ് ലുക്കാണ്. പിന്നെ അവരൊരു പഞ്ചിന് വേണ്ടി ഇട്ടേക്കുന്നതാന്ന് തോന്നുന്നു ഡാബ എന്ന് പേര്. പോയി നോക്കാം. ഇവിടെ നല്ല ഈച്ച ശല്യമാണ്. പുറത്തിങ്ങനെ ആണെങ്കിൽ അടുക്കളയിലും ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് നമ്മൾ നല്ല ഡീസൻ്റ് ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. നമ്മളെ പോലീസ് പിടിച്ചു ഗൈസ്. എന്തുവായി? എന്ത് പറഞ്ഞു? ശരി, ഓ സ്പീഡിങ് തന്നെയായിരുന്നോ? 10 ഇതിനാണോ ഒരു ഇത്രയും? ഒരു മുക്കാൽ ഓടിച്ച് നമ്മള് ഹോട്ടൽ പ്രതാപിൽ വന്നു. വെജ് റെസ്റ്റോറന്റ് ആണ്. ഇവിടെ കൂടുതലും വെജ് റെസ്റ്റോറന്റ് ആണെന്ന് തോന്നുന്നു. നമ്മൾ വഴിയിലൊക്കെ കുറച്ച് റെസ്റ്റോറൻറ്റ്സ് കണ്ടായിരുന്നു. പക്ഷെ എല്ലാം ഇങ്ങനെ വെജ് ഒക്കെ ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ചു കുറച്ച് നോൺ വെജ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ട്രൈ ചെയ്യാന്ന് വിചാരിച്ച് തപ്പിപ്പോയതാ. ഇതിപ്പോ വെജാണ്. പക്ഷെ ഇനിയും വെയിറ്റ് ചെയ്താൽ ഇനി ഒത്തിരി ലേറ്റ്. അതുകൊണ്ട് പിന്നെ നമ്മൾ ഇവിടെ കയറാൻ നോക്കും. പിന്നെ പടിമലി ഗൈസ്, നേരത്തെ കണ്ടെടുത്ത് ഈ ചേമ്പാറ്റയും മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ ഇവിടെ എലിയാണ് ഓടി നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. എനിക്കറിയില്ല ഇതിന് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന്. വിശന്ന് കുത്തിയിരിക്കുവാണെന്ന് തോന്നുന്നു. എടാ നിന്നെ കൊണ്ട് എവിടെ പോയാലും ഇതാണല്ലോ അവസ്ഥ. വെള്ളം കൊടുക്കടാ കുഞ്ഞിന്. ഇവിടെ എന്താ പരിപാടി? ചാച്ചൻ നമ്മുടെ പെട്ടിയിലിരുന്ന ഒരു ക്യാൻഡ് പൈനാപ്പിൾ എടുത്ത് പൊട്ടിച്ചു തന്നു. എല്ലാവരുടെയും വിശപ്പൊരിച്ചിരി അടങ്ങാൻ വേണ്ടിയിട്ട്. ഹോളി ആഘോഷിച്ച് കഴിഞ്ഞ് പോകുന്ന മനുഷ്യന് തലയൊക്കെ ചുമന്നിരിക്കും. ജയ്പൂർ സിറ്റി എത്താൻ ഒരു 3, 4, 5 കിലോമീറ്റേഴ്സിന്റെ ദൂരമുള്ളപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു മാർക്കറ്റ് കണ്ടു. ഒരു വെജിറ്റബിൾ മാർക്കറ്റ് പോലെ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് ഒക്കെയാണ് ഇരിക്കുന്നത്. ചുമ്മാ ഒന്ന് കാണാമെന്ന് ഓർത്തിറങ്ങിയതാ. ഹോളിയുടെ സ്റ്റോളാണ്. കളേഴ്സും സ്പ്രേയും പൗഡറും ഒക്കെ ഉണ്ട്. ഫ്രഷ് ആയിട്ട് ജിലേബി ഉണ്ടാക്കുന്നുണ്ടോ? നമ്മൾ കുറച്ച് ഹോളിയുടെ പൊടി വാങ്ങിക്കണം ഗൈസ്. ഇവന്റെ ഓരോരോ ഐഡിയാസ്. നല്ല ക്ഷീണമുണ്ടല്ലോ മുഖത്ത്. ഷോപ്സ് ഒക്കെ നല്ല രസമുണ്ട് കാണാന്. നമ്മൾ പ്രോപ്പർ ജയ്പൂർ സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. 2 ഹോട്ടൽസ് ആണ് ഇപ്പൊ നമ്മുടെ ലിസ്റ്റിലുള്ളത്. ഒന്നെങ്കിൽ ഈ MM ഖാൻ, അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തെ എന്തായിരുന്നു ഗരീബ് നവാജ് ഹോട്ടൽ. ഇത് ഏതെങ്കിലും ഒന്നിൽ നമ്മളിപ്പോൾ കയറും. വണ്ടി ഒതുക്കാൻ ഇവിടെ ആക്ച്വലി സ്പേസ് ഇല്ല, ഭയങ്കര തിരക്കാണ്. 1-2 കാഴ്ചയേ ഉള്ളൂ. കൂടുതലും സ്കൂട്ടേഴ്സും ഓട്ടോസും ഒക്കെ കിടന്നിട്ട് ഒട്ടും സ്ഥലമില്ല. അതുകൊണ്ട് ചാച്ചൻ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് കൊണ്ടുപോവാണ്. നമ്മൾ അകത്തോട്ട് കയറുവാണ്. ഇങ്ങോട്ട് MM ഖാനിലോട്ട് കയറാമെന്ന് വിചാരിച്ചു.
നമ്മുടെ ഫുഡ് വന്നു. ചിക്കൻ ദം ബിരിയാണി, മട്ടൻ നഹാരി, ചിക്കൻ എന്തോ നല്ല എണ്ണയാണെന്ന് തോന്നുന്നല്ലോ. പക്ഷേ ഫുഡ് വന്നപ്പോൾ കറണ്ട് പോയി. വെയിറ്റ് ചെയ്യാണ്. മൊത്തം ദുരന്തമാണല്ലോ ഗൈസ്. ലൈറ്റ് വന്നു ഗൈസ്. നല്ല ബിരിയാണിയാണ്. ബിരിയാണിയുടെ ടേസ്റ്റ് അല്ല, പക്ഷെ അവർ വിളിക്കുന്നത് ദം ബിരിയാണി എന്നാണ്. ഒരു മന്തിയുടെ ഒക്കെ ഒരു പ്രിപ്പറേഷൻ ആണ് ആക്ച്വലി. പക്ഷെ കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. നിങ്ങളുടെ റൊട്ടിയും കറിയും ഒക്കെ എങ്ങനെ ഉണ്ട്? 5 മണിയായപ്പോൾ ലഞ്ചൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങുവാണ്. ഇവിടെ MM ഖാനില് ഫാസ്റ്റ് ഫുഡിന്റെ വേറൊരു സ്റ്റോൾ പോലെ ഉണ്ട്. അവിടെ ഞാൻ കാണിച്ചു തരാം. ഈ കബാബ്, തന്തൂരി പോലെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ പുറത്തിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ബ്രെഡ് ഒക്കെ വെക്കുന്നുണ്ട്. ഓപ്പൺ സ്പേസിൽ നിന്നാണ് വെക്കുന്നത്. എനിക്കറിയില്ല, ഈ ഹൈജീൻ ഒക്കെ ഇച്ചിരി കുറവാണ്. ഈച്ചയൊക്കെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജയ്പൂർ എത്തി. നമ്മളൊരു ഹോട്ടലിൽ സ്റ്റേ എടുത്തിട്ടുണ്ട്. ഈ ഹോട്ടലിന്റെ സ്റ്റേയും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അങ്ങനെ ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഐ ഹോപ്പ് യു എൻജോയ് ദ വ്ലോഗ് സോ ഫാർ. ഇനി അടുത്ത രാജസ്ഥാന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു വ്ലോഗിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോ കാണാൻ മറക്കണ്ട.